എങ്ങനെയാണ് ഈ പറയുന്ന മിനറൽ അയണുകളെ പ്ലാന്റ്സ് അബ്സോർബ് ചെയ്യുന്നത്? നമ്മുടെ കഴിഞ്ഞ ചാപ്റ്ററിൽ കൂടി പഠിച്ചതാണ്. ഹൗ ഡു വാട്ടർ അബ്സോർബ്ഡ് ബൈ പ്ലാന്റ്, ഹൗ ഡു മിനറൽ അബ്സോർബ്ഡ് ബൈ പ്ലാന്റ്സ് എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുള്ളതാണ്. അതേ കൺസെപ്റ്റ് ആണ് ഇവിടെയും പഠിക്കുന്നത്. പ്ലാന്റ് മിനറൽസുകളെ അയന്റെ രൂപത്തിലാണ് അബ്സോർബ് ചെയ്യുന്നത് നമ്മൾ പഠിച്ചു അല്ലേ. ദ ഇൻവേർഡ് മൂവ്മെന്റ് ഓഫ് അയൺ ഇൻടു ദ സെൽ അല്ലേ. സെല്ലിലേക്കുള്ള ആ ഒരു മൂവ്മെന്റിനെ വിളിക്കുന്ന പേരാണ്, അയണിന്റെ സെല്ലിലേക്കുള്ള മൂവ്മെന്റിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഇൻഫ്ലക്സ്. എന്താ വിളിക്കുന്നത്? ഇൻഫ്ലക്സ് എന്നും ഔട്ട്വേർഡ് മൂവ്മെന്റിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഇഫ്ലക്സ് എന്നും. എന്താ വിളിക്കുന്നത്? Inward movement of iron in the cell is called influx and the outward movement is called efflux. Is it clear? The process of absorption include two phases. ഏതൊക്കെയാണ് നമ്മൾ പഠിച്ചതാണ്? First phase is called passive uptake of iron into apoplast pathway. ഏതാണ്? Apoplast pathway നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. അടുത്ത ഫേസ് ഏതായിരിക്കും? അപ്പോൾ symplastic pathway. അടുത്ത ഫേസ് ഏതായിരുന്നു? സിംപ്ലാസ്റ്റ് പാത്വേ. അപ്പൊ അപ്പോപ്ലാസ്റ്റ് പാത്വേയിലൂടെയും സിംപ്ലാസ്റ്റ് പാത്വേയിലൂടെയുമാണ് ഈ അയണുകൾ എങ്ങോട്ടേക്ക് എത്തുന്നത്? പ്ലാന്റ്സിലേക്ക് എത്തുന്നത്. അപ്പൊ അതിലെ അപ്പോപ്ലാസ്റ്റ് പാത്വേ എന്താണെന്ന് അറിയാലോ? സെൽ ടു സെൽ പാത്വേ ആണ്. അപ്പൊ അവിടെ സെൽ വോളിലൂടെയോ അല്ലെങ്കിൽ ഇന്റർ സെല്ലുലാർ സ്പേസിലൂടെയോ ഉള്ള ഒരു മൂവ്മെന്റ് ആണ് നടക്കുന്നത്. അതിനെയാണ് എന്ന് വിളിക്കുന്നത് അപ്പോപ്ലാസ്റ്റ് പാത്വേ എന്ന് വിളിക്കുന്നത്. അതൊരു പാസീവ് അപ്ടേക്ക് ആണ്. അടുത്തത് എന്താണ്? സെക്കൻഡ് ഫേസ്. The ions are taken slowly into the symplastic pathway. Symplastic pathway എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? That particular movement takes place through cytoplasm or plasmodest matter. So this process is active process. നമ്മൾ നേരത്തെ ചാപ്റ്ററിൽ പഠിച്ച അതേ കൺസെപ്റ്റ് തന്നെയാണ്. സെൽ വോൾ എന്ന് പറയുന്നത് ഈ ഒരു ഭാഗത്തൂടെയുള്ള മൂവ്മെന്റിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? അപ്പോപ്ലാസ്റ്റ് പാത്വേ എന്ന് വിളിക്കുന്നത്. എന്നാൽ സൈറ്റോപ്ലാസത്തിലൂടെയുള്ള മൂവ്മെന്റ് ഏതാണ്? അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? സിംപ്ലാസ്റ്റ് എന്ന് വിളിക്കുന്നത്. അപ്പൊ സിംപ്ലാസ്റ്റിലൂടെയുള്ള മൂവ്മെന്റ് ആക്റ്റീവ് പ്രോസസ്സും അപ്പോപ്ലാസ്റ്റിലൂടെയുള്ള മൂവ്മെന്റ് എന്താണ്? പാസീവ് മൂവ്മെന്റുമാണ്. These are the way plants take minerals from their soil in the form of mineral ions. Is it clear? ഇനി നമുക്ക് പഠിക്കാനുള്ളത് soil as reservoir of essential elements. എന്തുകൊണ്ടാണ് soil as reservoir of essential elements എന്ന് പറയുന്നത്? You already know that soil is an important media of plant growth. Because the reason it supplies minerals and hold water, it harbors nitrogen fixing bacteria and other microbes, it supplies air to the root, it acts as a matrix that stabilizes the plant. അല്ലേ? അപ്പോൾ നമുക്ക് എന്തുകൊണ്ടാണ് ആ ഒരു സോയിലിനെ റിസർവോയർ ഓഫ് എസെൻഷ്യൽ എലമെന്റ് എന്ന് വിളിക്കുന്നതെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനുള്ള ആൻസർ ആണ് നമ്മൾ എഴുതേണ്ടത്. എന്താണ്? റോൾ ഓഫ് സോയിൽ ആണ് എഴുതേണ്ടത്. നമുക്കറിയാം weathering and breakdown of rocks enrich the soil with dissolved iron and inorganic soil. Is it clear? ഇവിടെ deficiency of essential mineral affect the crop yield. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഏതെങ്കിലും എലമെന്റ്സുകൾ അവിടെ ഡെഫിഷ്യന്റ് ആണെങ്കിൽ ആ ഒരു ക്രോപ്പ് yield-നെ അത് അഫക്ട് ചെയ്യും. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ അത് ഓവർകം ചെയ്യാനായിട്ട് ഫെർട്ടിലൈസറുകളോ അല്ലെങ്കിൽ മാനുവൽസ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് അവിടെ ഓവർകം ചെയ്യുന്നത്. അതിൽ മൈക്രോ ന്യൂട്രിയൻസുകളും മാക്രോ ന്യൂട്രിയൻസുകളും ആ ഫെർട്ടിലൈസറുകൾ ഉണ്ടാകും. പക്ഷേ ഫെർട്ടിലൈസർ എന്ന് പറയുന്നത് പൊല്യൂഷന് കാരണമാകുമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് സോയിലിനെ റിസർവോയർ ഓഫ് ദ എസെൻഷ്യൽ എലമെന്റ്സ് എന്ന് വിളിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലായി. സോ നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ദ നൈട്രോജൻ മെറ്റബോളിസം. ആദ്യം നമുക്ക് നൈട്രോജൻ എന്താണെന്ന് നോക്കണം അല്ലേ. നൈട്രോജൻ ഒരു എസെൻഷ്യൽ എലമെന്റ് ആണെന്ന് നമുക്കറിയാം. അറ്റ്മോസ്ഫിയറിൽ നൈട്രോജൻ ഏത് രൂപത്തിലാണ് കാണപ്പെടുന്നത്? ഗ്യാഷ്യസ് രൂപത്തിലാണ് കാണപ്പെടുന്നത്. അപ്പോൾ നമ്മളിവിടെ പഠിക്കാൻ പോകുന്ന നൈട്രോജൻ സൈക്കിളിനെ കുറിച്ചാണ്. വാട്ട് ഈസ് നൈട്രോജൻ സൈക്കിൾ? The movement of atmospheric nitrogen from abiotic to biotic and back to abiotic in a more or less cyclic manner. അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് ഒരു എബയോട്ടിക് ഏരിയയാണ്. ആ എബയോട്ടിക് ഏരിയയിൽ നിന്ന് ബയോട്ടിക് ഫാക്ടറുകളിലേക്ക്, അവിടെ നിന്ന് ബയോട്ടിക് ഓർഗാനിസത്തിലേക്ക്, അതായത് ലിവിംഗ് ഓർഗാനിസത്തിലേക്കും തിരിച്ച് എബയോട്ടിക് ഫാക്ടറിലേക്കും മൂവ് ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരാണെന്ത്? നൈട്രോജൻ സൈക്കിൾ. So here the nitrogen is moved from abiotic to biotic and back to abiotic in a more or less cyclic manner. That is called a nitrogen cycle. Nitrogen is the most prevalent element in living organism. Plants compete with microbes for the limited nitrogen in soil. Thus, nitrogen is a limiting nutrient for natural and agricultural ecosystem. അറ്റ്മോസ്ഫിയറിൽ നൈട്രോജൻ എക്സിസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? രണ്ട് നൈട്രോജൻ
കമ്പൈൻ ചെയ്യുന്നു. എന്തുകൊണ്ടാണ്? എ വെരി സ്ട്രോങ് കോവാലന്റ് ബോണ്ട് അല്ലേ, ഒരു ട്രിപ്പിൾ ബോണ്ട് ആയിട്ടുള്ള ഒരു കോവാലന്റ് ബോണ്ടുകൾ കൊണ്ട് അല്ലേ, അവിടെ ട്രിപ്പിൾ കോവാലന്റ് ബോണ്ടുകൾ കൊണ്ട് നൈട്രജൻ ജോയിൻ ചെയ്തുകൊണ്ട് നൈട്രജൻ മോളിക്യൂളുകളായിട്ടാണ് അറ്റ്മോസ്ഫിയറിൽ എന്ത് എക്സിസ്റ്റ് ചെയ്യുന്നത്? നൈട്രജൻ എക്സിസ്റ്റ് ചെയ്യുന്നത്. ഒരിക്കലും ഗ്യാഷ്യസ് ഫോമിലുള്ള പ്ലാന്റ്സോ അല്ലെങ്കിൽ മറ്റുള്ള ലിവിംഗ് ഓർഗാനിസംസോ അത് അബ്സോർബ് ചെയ്യുന്നില്ല. പിന്നെ എങ്ങനെ നൈട്രജൻ ലിവിംഗ് ഓർഗാനിസത്തിലേക്ക് എത്തുന്നു എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ത്രൂ നൈട്രജൻ സൈക്കിൾ. അതിന് മുമ്പായിട്ട് നൈട്രജന്റെ ഇമ്പോർട്ടൻസ് നമുക്ക് പഠിക്കാനുണ്ട്. നൈട്രജൻ ഈസ് വൺ ഓഫ് ദ ഇമ്പോർട്ടന്റ് കോൺസ്റ്റിറ്റ്യൂവൻസ് ഓഫ് പ്രോട്ടീൻ, അമിനോ ആസിഡ്, ന്യൂക്ലിക് ആസിഡ്, ഹോർമോൺസ്, വിറ്റാമിൻ എക്സെട്ര. നൈട്രജൻ എന്ന് പറയുന്നത് വിറ്റാമിൻസിലും ഹോർമോൺസിലും പ്രോട്ടീൻസിലും ന്യൂക്ലിക് ആസിഡിലും അമിനോ ആസിഡിലൊക്കെ ഒരു ഇമ്പോർട്ടന്റ് കോൺസ്റ്റിറ്റ്യൂവൻസ് ആണ് എന്തെന്ന് പറയുന്നത് നൈട്രജൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പ്ലാന്റ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റിന് എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു എലമെന്റ് കൂടിയാണ് എന്തെന്ന് പറയുന്നത് നൈട്രജൻ എന്ന് പറയുന്നത്. എന്നാൽ ആ എലമെന്റ് മോളിക്യൂൾ ഫോമിലാണ് അല്ലെങ്കിൽ ഗ്യാഷ്യസ് ഫോമിലായിട്ടാണ് അറ്റ്മോസ്ഫിയറിൽ കാണപ്പെടുന്നത്. ആ ഗ്യാഷ്യസ് ഫോമിലുള്ള എലമെന്റിനെ പ്ലാന്റ്സ് ഡയറക്റ്റ് ആയിട്ട് അബ്സോർബ് ചെയ്യുന്നില്ല. പിന്നെ എങ്ങനെ ലിവിംഗ് ഓർഗാനിസത്തിലേക്ക് എത്തുന്നു? ത്രൂ നൈട്രജൻ സൈക്കിൾ. വാട്ട് ഈസ് നൈട്രജൻ സൈക്കിൾ? Nitrogen cycle means here the movement of nitrogen from atmosphere to living organism and back to atmosphere in a more or less cyclic manner, that is called nitrogen cycle. നേരത്തെ ഞാൻ പറഞ്ഞതാണ്, here the molecule nitrogen is moved from abiotic to biotic and back to abiotic in a more or less cyclic manner, that is called nitrogen cycle. Nitrogen cycle involves important process. One is called nitrogen fixation. One is called nitrogen fixation. Another one is called ammonification, then nitrification and denitrification. What are the steps involved in the process of nitrogen cycle? Nitrogen fixation, ammonification, nitrification and denitrification. What do you mean by nitrogen fixation? Here the atmospheric nitrogen is converted to ammonia, or we can say that the atmospheric nitrogen is converted to nitrogenous compound such as nitrite, nitrate or ammonia. That is called nitrogen fixation. Is it clear? ഇപ്പോൾ അറ്റ്മോസ്ഫിയറിലുള്ള എന്താണ് നൈട്രജൻ മോളിക്യൂളുകൾ കൺവേർട്ട് ചെയ്തുകൊണ്ട് നൈട്രോജനസ് കോമ്പൗണ്ടായി മാറുന്നു. അത് അമോണിയ ആകാം, അല്ലെങ്കിൽ നൈട്രൈറ്റ് ആകാം, നൈട്രേറ്റ് ആകാം. ആ ഒരു പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് നൈട്രജൻ ഫിക്സേഷൻ. There are two type of nitrogen fixation. One is called physiochemical nitrogen fixation and another one is called biological nitrogen fixation. ഏതൊക്കെയാണ്? One is called physiochemical, or we can say that non-biological nitrogen fixation. Another one is called biological nitrogen fixation. Physiochemical nitrogen fixation എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ lightning and UV radiation provide the energy to convert atmospheric nitrogen to nitrogen oxide, such as nitrogen monoxide, nitrate and nitrogen dioxide. ഇങ്ങനെയാക്കി മാറ്റുന്നു. ഏത് പ്രോസസ്സാണ്? ലൈറ്റനിങ്, അതുപോലെ തന്നെ UV radiation. അതൊക്കെ എന്താണ്? ഒരു physiochemical നൈട്രജൻ ഫിക്സേഷൻ പ്രോസസ് ആണ്, അല്ലെങ്കിൽ ഒരു നോൺ ബയോളജിക്കൽ നൈട്രജൻ ഫിക്സേഷൻ ആണ്. അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ ബേണിംഗ്, ഫോറസ്റ്റ് ഫയർ, ഓട്ടോമൊബൈൽ എക്സോസ്റ്റ് ആൻഡ് പവർ ജനറേറ്റിംഗ് സ്റ്റേഷൻസ് ആർ ഓൾസോ സോഴ്സ് ഓഫ് അറ്റ്മോസ്ഫിയറിക് നൈട്രജൻ ഓക്സൈഡ്. ഈ പ്രോസസ്സുകളും അറ്റ്മോസ്ഫിയറിലെ നൈട്രജനെ കൺവേർട്ട് ചെയ്തുകൊണ്ട് അതിന്റെ ഓക്സൈഡുകൾ അല്ലെങ്കിൽ അതിന്റെ കോമ്പൗണ്ടുകൾ ആയിട്ട് രൂപപ്പെടുന്നു. That is called nitrogen fixation. What type of nitrogen fixation? Non-biological nitrogen fixation or physiochemical nitrogen fixation. Is it clear? So the second step is ammonification. What is ammonification? Decomposition of organic nitrogen of dead plants and animals into ammonia. That is called ammonification. അതായത് ഈ പറഞ്ഞ പ്ലാന്റ്സുകളൊക്കെ ഈ നൈട്രോജനസ് കോമ്പൗണ്ട് ആയിട്ട് അബ്സോർബ് ചെയ്ത് കഴിഞ്ഞു അല്ലേ. അപ്പൊ അവിടെ അതിന്റെ ആക്ടിവിറ്റീസ് ഒക്കെ സെൽ ഗ്രോത്തും മറ്റുള്ള പ്രോസസ്സുകളൊക്കെ നടന്നു. Once the living organisms dead or once the organism dead, so what will happen there? Decomposition takes place. അപ്പോൾ ഓർഗാനിസം ഡെഡ് ആകുന്നതിന്റെ ഭാഗമായിട്ട് അതിൽ നിന്ന് എന്ത് ഫോം ചെയ്യപ്പെടുന്നു? അമോണിയ രൂപപ്പെടുന്നു. That is called ammonification. Some of the ammonia is volatilized. Volatilized എന്ന് പറഞ്ഞാൽ വേപ്പറൈസ് ആയി ചെയ്യപ്പെടുന്നു and re-enters the atmosphere, but most of it oxidized into nitrate by soil nitrifying bacteria. ആ അമോണിയയിൽ കുറച്ചൊക്കെ എന്താണ് വേപ്പറൈസ് ചെയ്ത് പോകുന്നു. ചിലതൊക്കെ അറ്റ്മോസ്ഫിയറിലേക്ക് റീഎന്റർ ചെയ്യുന്നുണ്ട്. എന്നാൽ ചിലതൊക്കെ ഓക്സിഡൈസ് ചെയ്തുകൊണ്ട് സോയിലിൽ തന്നെ നൈട്രിഫൈങ്
ബാക്ടീരിയയിൽ നൈട്രേറ്റിന്റെ രൂപത്തിൽ കാണപ്പെടുന്നു. സം ഓഫ് ദ നൈട്രിഫൈയിങ് ബാക്ടീരിയാസ് ആർ നൈട്രോസോമോണാസ്, നൈട്രോകോക്കസ്, നൈട്രോബാക്ടർ. ഏതൊക്കെയാണ്? നൈട്രോസോമോണാസ്, നൈട്രോകോക്കസ്, നൈട്രോബാക്ടർ. So we are going to discuss about the third step involved in the process of nitrogen cycle. One we already explained nitrogen fixation, another one is the ammonification, the third one is nitrification. What is nitrification? First of all, this ammonia is oxidized with the help of the bacterium, nitrifying bacterium such as Nitrosomonas and Nitrococcus to produce nitrite. ആദ്യം എന്താക്കി മാറ്റുന്നു? അമോണിയ കൺവേർട്ട് ചെയ്തുകൊണ്ട് ആദ്യം എന്താണ് അവിടെ രൂപപ്പെടുന്നത്? നൈട്രൈറ്റ് രൂപപ്പെടുന്നു. ഇതെന്താണ്? നൈട്രൈറ്റ് രൂപപ്പെടുന്നു. ഈ നൈട്രൈറ്റ് ഫോർമേഷൻ സഹായിച്ച നൈട്രിഫൈയിങ് ബാക്ടീരിയാസ് ഏതൊക്കെയാണ്? നൈട്രോസോമോണാസ് ആൻഡ് നൈട്രോകോക്കസ്. After that, this nitrite is again oxidized with the help of another one of the nitrifying bacteria, Nitrobacter, to produce nitrate. അപ്പോൾ നൈട്രിഫിക്കേഷൻ രണ്ട് പ്രോസസ് നടക്കുന്നുണ്ട്. ആദ്യം അമോണിയ ഓക്സിഡൈസ് ചെയ്തുകൊണ്ട് നൈട്രേറ്റ് ആക്കി മാറ്റുന്നു. അതിനായിട്ട് സഹായിച്ച ബാക്ടീരിയ ഏതാണ്? നൈട്രോസോമോണാസ് ആൻഡ് നൈട്രോകോക്കസ്. ആഫ്റ്റർ ദാറ്റ് nitrite is again oxidized to produce nitrate with the presence of another one of the nitrifying bacteria, Nitrobacter. So what are the nitrifying bacteria? Nitrosomonas, Nitrococcus and Nitrobacter. These bacteria are converting ammonia to nitrate and then nitrate. This process is called a nitrification. Is it clear? This process is called a nitrification. So the plants absorb the nitrate and then transport it to leaves. In leaves, it is reduced to the form of ammonia that finally form the amine group of amino acid. അപ്പോൾ അങ്ങനെ amino acid അവിടെ ഫോം ചെയ്യപ്പെടുന്നുണ്ട്. അതോടൊപ്പം തന്നെ the nitrate present in the soil, soilലുള്ള നൈട്രേറ്റിന് എന്ത് സംഭവിക്കുന്നു? That is also reduced to nitrogen by the process of denitrification. സോയിലുള്ള നൈട്രേറ്റിന് എന്താ സംഭവിക്കുന്നത്? ആ നൈട്രേറ്റ് റെഡ്യൂസ് ചെയ്യപ്പെടുന്നു. അപ്പോൾ ലീഫിലുള്ള നൈട്രേറ്റ് അമോണിയ ആയിട്ട് പിന്നീട് അമിനോ ആസിഡ് ആയിട്ട് മാറിയ കാര്യം പറഞ്ഞു. ഇനി സോയിലുള്ള നൈട്രേറ്റിന് എന്ത് സംഭവിക്കുന്നു? അത് അവിടെ റെഡ്യൂസ് ചെയ്തുകൊണ്ട് എന്തായിട്ട് മാറുന്നു? നൈട്രജൻ ആയിട്ട് മാറുന്നു. ഏത് പ്രോസസ്സിലൂടെ? ഡീനൈട്രിഫിക്കേഷൻ പ്രോസസ്സിലൂടെ. This process is carried out by a bacteria, Pseudomonas and Thiobacillus. ഏത് ബാക്ടീരിയ ആണ്? Pseudomonas and Thiobacillus. So we can say that these are the denitrifying bacteria. ഏതാണ്? ഇത് രണ്ടുമാണ് എന്ത്? ഡീനൈട്രിഫൈയിങ് ബാക്ടീരിയ എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ തിരിച്ച് അറ്റ്മോസ്ഫിയറിലേക്ക് നൈട്രജന്റെ രൂപത്തിൽ തന്നെ എത്തിച്ചേർന്നു. ദിസ് ഈസ് കോൾഡ് നൈട്രജൻ സൈക്കിൾ. സോ ഇനി നമുക്ക് ബയോളജിക്കൽ നൈട്രജൻ ഫിക്സേഷനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. ബയോളജിക്കൽ നൈട്രജൻ ഫിക്സേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഇവിടെയും അറ്റ്മോസ്ഫിയറിലെ നൈട്രജനെ കൺവേർട്ട് ചെയ്തുകൊണ്ട് ഒരു നൈട്രോജനസ് കോമ്പൗണ്ട് ആക്കി മാറ്റുന്നു. അവിടെ ഒരു ബയോളജിക്കൽ ഏജന്റ് ഇൻവോൾവ് ആകുന്നുണ്ട്. ദാറ്റ് ഈസ് കോൾഡ് ബയോളജിക്കൽ നൈട്രജൻ ഫിക്സേഷൻ. സോ വാട്ട് ഈസ് ബയോളജിക്കൽ നൈട്രജൻ ഫിക്സേഷൻ? It is the reduction of nitrogen to ammonia by living organism in presence of nitrogenous enzyme. നൈട്രോജനസ് എൻസൈമിന്റെ പ്രസൻസിൽ ഇവിടെ നൈട്രജൻ മോളിക്യൂളുകളെ കൺവേർട്ട് ചെയ്തുകൊണ്ട് എന്താക്കി മാറ്റുന്നു? അമോണിയ ആക്കി മാറ്റുന്നു. ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ബയോളജിക്കൽ നൈട്രജൻ ഫിക്സേഷൻ. അല്ലേ? അപ്പോൾ ഒരു ബയോളജിക്കൽ ഏജന്റ് ഇവിടെ ഇൻവോൾവ് ആയിട്ടുണ്ട്. ഏതാണ്? വൺ ഓഫ് ദ എൻസൈം നൈട്രോജനസ് എൻസൈം. അല്ലേ? ആ എൻസൈമിന്റെ പ്രസൻസിലാണ് ഈ പറഞ്ഞ നൈട്രജൻ മോളിക്യൂളുകളിലെ ബോണ്ടുകളെ ബ്രേക്ക് ചെയ്തുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? അവിടെ അമോണിയായി മാറുന്നു. അതായത് അവിടെ റിഡക്ഷൻ നടക്കുന്നു. റിഡക്ഷൻ നടക്കുക എന്ന് പറഞ്ഞാൽ ഓരോ നൈട്രജൻ ആറ്റവും അവിടെ ഹൈഡ്രജനെ ഗെയിൻ ചെയ്തുകൊണ്ട് ആ ഒരു സ്ട്രോങ് ട്രിപ്പിൾ ബോണ്ട്, സ്ട്രോങ് കോവാലന്റ് ബോണ്ട് ബ്രേക്ക് ചെയ്ത് അമോണിയയായിട്ട് മാറുന്നു. അതിന് സഹായിക്കുന്ന എൻസൈം ഏതാണ്? നൈട്രോജനസ് എൻസൈം. That process is called a biological nitrogen fixation. Very few organisms can utilize the nitrogen in the form of nitrogen in the air. Only certain prokaryotic species have nitrogenized enzyme and capability to fix the nitrogen. ചില പ്രോകാരിയോട്ടിക് ഓർഗാനിസത്തിന് മാത്രമേ എന്തുള്ളൂ? നൈട്രോജനസ് എൻസൈമുകൾ കാണപ്പെടുത്തുള്ളൂ. അതിന് എന്തിനുള്ള കഴിവുണ്ട്? അറ്റ്മോസ്ഫിയറിക് നൈട്രോജനെ ഫിക്സ് ചെയ്യാനുള്ള കഴിവുണ്ട്. അതുകൊണ്ട് തന്നെ ഈ നൈട്രോജനസ് എൻസൈമിനെ എന്തെന്ന് വിളിക്കുന്നു? നൈട്രോജൻ ഫിക്സേഴ്സ് എന്ന് വിളിക്കുന്നു. നൈട്രോജൻ ഫിക്സിംഗ് ബാക്ടീരിയ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ? ബ്ലൂ ഗ്രീൻ ആൽഗയോ സയനോ ബാക്ടീരിയ. അതിന് എന്തിനുള്ള കഴിവുണ്ട്? അറ്റ്മോസ്ഫിയറിക് നൈട്രോജനെ ഫിക്സ്
ചെയ്യാനുള്ള കഴിവുണ്ട്. Is it clear? അപ്പോൾ നമ്മൾ എന്താണ് നൈട്രോജൻ ഫിക്സേഷൻ എന്ന് മനസ്സിലാക്കി. ബയോളജിക്കൽ നൈട്രോജൻ ഫിക്സേഷനെ കുറിച്ച് പഠിച്ചു. ഇനി നൈട്രോജൻ ഫിക്സിംഗ് ബാക്ടീരിയകളെ രണ്ട് ടൈപ്പായിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. വൺ ഈസ് കോൾഡ് ഫ്രീ ലിവിംഗ് നൈട്രോജൻ ഫിക്സിംഗ് ബാക്ടീരിയ എന്നാണ്. ഫ്രീ ലിവിംഗ് നൈട്രോജൻ ഫിക്സിംഗ് ബാക്ടീരിയകളുണ്ട്, അതുപോലെ തന്നെ സിംബയോട്ടിക് നൈട്രോജൻ ഫിക്സിംഗ് ബാക്ടീരിയകളുണ്ട്. അപ്പോൾ ഫ്രീ ലിവിംഗ് നൈട്രോജൻ ഫിക്സിംഗ് ബാക്ടീരിയകളുടെ പേരുകൾ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോളുക. അസറ്റോബാക്ടർ ആൻഡ് ബേസിറെൻകിയ. ഇതാണ് അസറ്റോബാക്ടർ ആൻഡ് ബേസിറെൻകിയ. ഇത് രണ്ടും എന്താണ്? ഫ്രീ ലിവിംഗ് എയറോബിക് നൈട്രോജൻ ഫിക്സിംഗ് ബാക്ടീരിയകളാണ്. ഇത് രണ്ടും ഫ്രീ ലിവിംഗ് എയറോബിക് നൈട്രോജൻ ഫിക്സിംഗ് ബാക്ടീരിയകളാണ്. അസറ്റോബാക്ടർ ആൻഡ് ബേസിറെൻകിയ. Then another one, Rhodospirillum and Bacillus. Rhodospirillum and Bacillus. ഇത് രണ്ടും എങ്ങനെയുള്ള ബാക്ടീരിയകളാണ്? അനേറോബിക് നൈട്രോജൻ ഫിക്സിംഗ് ബാക്ടീരിയകളാണ്. Rhodospirillum and Bacillus are the anaerobic free living nitrogen fixing ബാക്ടീരിയകളാണ്. അപ്പോൾ എയറോബിക് ഫ്രീ ലിവിംഗ് ഇത് രണ്ടുമാണ്. അസറ്റോബാക്ടർ ബേസിറെൻകിയ ആണെങ്കിൽ അസറ്റോബാക്ടർ ആൻഡ് ബേസിറെൻകിയ ആണെങ്കിൽ ഇവിടെ എന്താണ്? റോഡോസ്പൈറില്ലവും ബാസിലസും എന്താണ്? അനേറോബിക് ഫ്രീ ലിവിംഗ് നൈട്രോജൻ ഫിക്സിംഗ് ബാക്ടീരിയ ആണ്. ഇനി സൈനോബാക്ടീരിയകളും എന്താണ്? നൈട്രോജൻ ഫിക്സിംഗ് ബാക്ടീരിയകളാണ്. അതേതൊക്കെയാണ്? അനബീന ആൻഡ് നോസ്റ്റോ. ഏതൊക്കെയാണ് സൈനോബാക്ടീരിയകൾ? ഏതൊക്കെയാണ് നൈട്രോജൻ ഫിക്സ് ചെയ്യുന്ന സൈനോബാക്ടീരിയകൾ? അനബീന ആൻഡ് നോസ്റ്റോ. ഇനി സിംബയോട്ടിക് നൈട്രോജൻ ഫിക്സിംഗ് ബാക്ടീരിയ ഉണ്ട്. നിങ്ങൾ കേട്ടിട്ടുള്ള ബാക്ടീരിയ ആണ് ഏത്? റൈസോബിയം. ഏതാണ്? റൈസോബിയം. റൈസോബിയം എന്ന് പറയുന്നത് എവിടെ കാണപ്പെടുന്നതാണ്? ലെഗ്യൂമിനസ് പ്ലാന്റ്സുകൾ അല്ലെങ്കിൽ പയർ ചെടികളുടെ റൂട്ട് നോഡ്യൂളുകളിൽ കാണപ്പെടുന്ന ഒരു നൈട്രോജൻ ഫിക്സിംഗ് സിംബയോട്ടിക് ബാക്ടീരിയകളാണ് എന്ന് പറയുന്നത് റൈസോബിയം എന്ന് പറയുന്നത്. Is it clear? ഇതൊക്കെ എന്താണ്? ബയോളജിക്കൽ നൈട്രോജൻ ഫിക്സിംഗേഷന് സഹായിക്കുന്ന നൈട്രോജൻ ഫിക്സിംഗ് ബാക്ടീരിയകളാണ്. അതിൽ സിംബയോട്ടിക് ബയോളജിക്കൽ നൈട്രോജൻ ഫിക്സിംഗ് ബാക്ടീരിയയുടെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. ലെഗ്യൂം ബാക്ടീരിയ റിലേഷൻഷിപ്പ് ആണ് പഠിക്കുന്നത്. മോസ്റ്റ് പ്രോമിനന്റ് എക്സാമ്പിൾ റൈസോബിയം സ്പീഷീസ്. റൈസോബിയം സ്പീഷീസ് എവിടെയാണ് കാണപ്പെടുന്നതെന്ന് ഓൾറെഡി പറഞ്ഞു. ലെഗ്യൂമിനസ് പ്ലാന്റ്സുകളുടെ റൂട്ട് നോഡ്യൂളുകളിലാണ് കാണപ്പെടുന്നത്. ഏതൊക്കെ പ്ലാന്റ്സുകളാണ് ലെഗ്യൂംസ് എന്ന് പറയുന്നത്? അൽഫാൽഫ, സ്വീറ്റ് ക്ലോവർ, സ്വീറ്റ് പീ, ലെന്റിൽസ്, ഗാർഡൻ പീ, ബ്രോഡ് ബീൻ, ക്ലോവർ ബീൻ എക്സെട്ര. ക്ലോവർ ബീൻ എക്സെട്ര ഇതൊക്കെ എന്താണ്? ലെഗ്യൂം പ്ലാന്റുകളാണ്. അപ്പോൾ പയറച്ചെടികളുടെ റൂട്ട് നോഡ്യൂളുകളിൽ കാണപ്പെടുന്ന സിംബയോട്ടിക് ബാക്ടീരിയ ആണ് എന്ന് പറയുന്നത് റൈസോബിയം എന്ന് പറയുന്നത്. അതിനെന്തിനുള്ള കഴിവുണ്ട്? അറ്റ്മോസ്ഫിയറിക് നൈട്രോജനെ ഫിക്സ് ചെയ്യാനുള്ള കഴിവുണ്ട്. ദ മോസ്റ്റ് കോമൺ അസോസിയേഷൻ ഓൺ റൂട്ട് ഈസ് ആസ് നോഡ്യൂൾസ്. അപ്പോൾ ഈ ബാക്ടീരിയകൾ എവിടെയാണ് കാണപ്പെടുന്നത്? ആ പറയുന്ന പ്ലാന്റുകളുടെ റൂട്ട് നോഡ്യൂളുകളിലാണ് ഈ ബാക്ടീരിയകൾ കാണപ്പെടുന്നത്. ഇപ്പൊ നമ്മൾ പറഞ്ഞ റൈസോബിയം ബാക്ടീരിയ ഒരു സിംബയോട്ടിക് ബാക്ടീരിയ ആണ്. ലെഗ്യൂമിനസ് പ്ലാന്റുകളുടെ റൂട്ട് നോഡ്യൂൾസിൽ കാണുന്നതാണ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് നോൺ ലെഗ്യൂമിനസ് പ്ലാന്റുകളുടെ റൂട്ട് നോഡ്യൂളുകളിൽ കാണപ്പെടുന്ന ഒരു സിംബയോട്ടിക് ബാക്ടീരിയ. എവിടെയാണ്? നോൺ ലെഗ്യൂമിനസ് പ്ലാന്റുകളുടെ റൂട്ട് നോഡ്യൂൾസിൽ കാണപ്പെടുന്ന ഒരു ബാക്ടീരിയയുടെ പേരാണ് എന്ത്? ഫ്രാങ്കിയ. ഇതാണ് ഫ്രാങ്കിയ. ഫ്രാങ്കിയയും ഒരു സിംബയോട്ടിക് ബാക്ടീരിയ ആണ്. പക്ഷെ അതെവിടെയാണ് കാണപ്പെടുന്നത്? റൂട്ട് നോഡ്യൂൾസ് ഓഫ് നോൺ ലെഗ്യൂമിനസ് പ്ലാന്റ്. എക്സാമ്പിൾ അൾനസ് എന്ന് പറയുന്ന പ്ലാന്റിന്റെ റൂട്ട് നോഡ്യൂളിൽ കാണപ്പെടുന്ന നോൺ ലെഗ്യൂമിനസ് സിംബയോട്ടിക് ബാക്ടീരിയ ആണ് ഫ്രാങ്കിയ. സോ ദ റൈസോബിയം ആൻഡ് ഫ്രാങ്കിയ ആർ ദ ഫ്രീ ലിവിംഗ് ഇൻ സോയിൽ ബട്ട് സിംബയോട്സ് ക്യാൻ ഫിക്സ് അറ്റ്മോസ്ഫിയറിക് നൈട്രോജൻ. ഈ പറഞ്ഞ റൂട്ട് നോഡ്യൂൾസിനകത്തായിട്ട് ചില ബയോകെമിക്കൽ കമ്പോണൻസുകളുണ്ട്. എൻസൈംസ് ലൈക്ക് നൈട്രോജനൈസ് ആൻഡ് ലെഗ് ഹീമോഗ്ലോബിൻ. എന്താണ് ലെഗ് ഹീമോഗ്ലോബിൻ? ആ ലെഗ് ഹീമോഗ്ലോബിൻ ആണ് ആ റൂട്ട് നോഡ്യൂൾസിന് റെഡ് അല്ലെങ്കിൽ പിങ്ക് കളർ കൊടുക്കുന്നത്. അതിന്റെ കാരണം എന്താണ്? എന്തുകൊണ്ടാണ്? അവിടെയുള്ള ലെഗ് ഹീമോഗ്ലോബിൻ ആണ് അല്ലെങ്കിൽ ലെഗ്യൂമിനസ് ഹീമോഗ്ലോബിൻ ആണ്. അതുകൊണ്ടാണ് ലെഗ് ഹീമോഗ്ലോബിൻ എന്ന് വിളിക്കുന്നത്. ആ ഒരു ലെഗ് ഹീമോഗ്ലോബിൻ ഉള്ളത് കൊണ്ടാണ് ആ റൂട്ട് നോഡ്യൂളിന്റെ സെൻട്രൽ പാർട്ട് റെഡ് അല്ലെങ്കിൽ പിങ്ക് കളറിൽ കാണപ്പെടുന്നത്. അപ്പോൾ ആ റൂട്ട് നോഡ്യൂളിലുള്ള കമ്പോണന്റുകളാണ് നമ്മൾ പറഞ്ഞ ബയോകെമിക്കൽ കമ്പോണന്റുകളാണ് നൈട്രോജനൈസ് എൻസൈമും അതുപോലെ തന്നെ ഹീമോഗ്ലോബിനുകളും. അപ്പോൾ നമ്മൾ പറയുന്നുണ്ട് നൊഡ്യൂൾസുകളിലാണ്, ലെഗ്യൂമിനസ് പ്ലാന്റ്സിന്റെ നൊഡ്യൂൾസുകളിലാണ് ഈ പറയുന്ന ബാക്ടീരിയംസ് ഒക്കെ ഉള്ളതെന്ന് പറഞ്ഞിട്ടുണ്ട്. അവരാണ് നൈട്രോജൻ ഫിക്സ് ചെയ്യുന്നതെന്നും പറഞ്ഞിട്ടുണ്ട്. എന്താണ് നൊഡ്യൂൾസ്? Nodules are the small outgrowth on the roots.
ദാറ്റ് ഈസ് കോൾഡ് നൊഡ്യൂൾ. നൊഡ്യൂൾസ് എന്ന് പറയുന്ന റൂട്ടിലെ ഒരു ഔട്ട് ഗ്രോത്ത് ആണ് അല്ലെ, ചെറിയൊരു ഔട്ട് ഗ്രോത്തിനെയാണ് നൊഡ്യൂൾസ് എന്ന് പറയുന്നത്. എങ്ങനെയാണ് ഈ നൊഡ്യൂൾ അവിടെ ഫോം ചെയ്യപ്പെടുന്നത്? Nodules are formed in the leguminous plants with the help of rhizobium bacterium. നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ദാ ഇവിടെ നോക്കുക, റൈസോബിയം ബാക്ടീരിയം എന്ന് പറയുന്നത് ഒരു സോയിൽ ബാക്ടീരിയം ആണ് അല്ലേ. അപ്പൊ ആ സോയിൽ ബാക്ടീരിയം കണ്ടിന്യൂസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് അവിടെ ഒരു കോളനി ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ആ ഒരു കോളനി ഈ പറയുന്ന റൂട്ടിനെ സറൗണ്ട് ചെയ്യുന്നു. അങ്ങനെ സറൗണ്ട് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് റൂട്ട് ഹെയറിനും എപ്പിഡെർമിസും ഈ ബാക്ടീരിയ അറ്റാച്ച് ചെയ്യപ്പെടുന്നു. അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ റൈസോബിയം ബാക്ടീരിയ ആ ഒരു എപ്പിഡെർമിസും റൂട്ട് ഹെയർ സെല്ലുമായിട്ട് അറ്റാച്ച് ചെയ്യപ്പെടുന്നു. സോ ദ ഫസ്റ്റ് സ്റ്റെപ്പ്, റൈസോബിയ മൾട്ടിപ്ലൈ ആൻഡ് കോളനൈസ് ദ സറൗണ്ടിങ് ഓഫ് ദ റൂട്ട്സ് ആൻഡ് ഗെറ്റ് അറ്റാച്ച്ഡ് ടു എപ്പിഡെർമൽ ആൻഡ് റൂട്ട് ഹെയർ സെൽ. അങ്ങനെ അത് ഈ പറയുന്ന റൂട്ട് ഹെയർ സെല്ലുമായിട്ട് അറ്റാച്ച് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ആ റൂട്ട് ഹെയർ കേൾ ചെയ്യപ്പെടുന്നു. കേൾ ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ഹുക്ക് പോലെ അത് രൂപപ്പെടുകയും ആ ബാക്ടീരിയ അതിനകത്തേക്ക് പ്രവേശിക്കുകയും ചെയ്യുന്നു. ആ റൈസോബിയം ബാക്ടീരിയ അതിനകത്തേക്ക് പ്രവേശിക്കുകയും ചെയ്യുന്നു. സോ ദ റൂട്ട് ഹെയർ കേൾ ആൻഡ് ദ ബാക്ടീരിയ ഇൻവൈഡ് ദ റൂട്ട് ഹെയർ. അങ്ങനെ ആ ഒരു ബാക്ടീരിയ അതിനകത്തേക്ക് കടക്കുന്നതിന്റെ ഭാഗമായിട്ട് അവിടെ ഒരു ഇൻഫെക്ഷൻ ത്രെഡ് പ്രൊഡ്യൂസ് ചെയ്യിക്കുന്നു. ദാറ്റ് ഇൻഫെക്ഷൻ ത്രെഡ് കണ്ടെയ്നിങ് വിച്ച് ബാക്ടീരിയ? റൈസോബിയം ബാക്ടീരിയ അല്ലെ. അപ്പൊ ആ ഇൻഫെക്ഷൻ ത്രെഡിൽ എന്തുണ്ട്? റൈസോബിയം ബാക്ടീരിയ ഉണ്ട്. ആ റൈസോബിയം ബാക്ടീരിയ നേരെ റൂട്ട് കോർട്ടക്സിലേക്ക് എത്തുകയും അവിടെ എന്ത് ഫോം ചെയ്യുകയും ചെയ്യുന്നു? നൊഡ്യൂൾ ഫോർമേഷൻ ഇനിഷ്യേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ ഈ കോർട്ടക്സിനകത്തായിട്ടാണ് ഈ ഇൻഫെക്ഷൻ ത്രെഡിലൂടെ എത്തിയ റൈസോബിയം ബാക്ടീരിയ എന്ത് ചെയ്തു? ഇറ്റ് ഇനിഷ്യേറ്റ് ദ നൊഡ്യൂൾ ഫോർമേഷൻ. അങ്ങനെ അവിടെ ഒരു നൊഡ്യൂള് രൂപപ്പെട്ടു. സോ ഇപ്പൊ അവിടെ ഒരു നൊഡ്യൂള് രൂപപ്പെട്ടു അല്ലെ. അപ്പൊ ആ നൊഡ്യൂളിനകത്ത് എന്തുണ്ട്? ആ ഒരു ബാക്ടീരിയ ഉണ്ട് അല്ലെ. ആ ത്രെഡിൽ നിന്ന് ബാക്ടീരിയസിനെ എങ്ങോട്ടേക്ക് റിലീസ് ചെയ്യിക്കുന്നു? ആ സെല്ലിലേക്ക് റിലീസ് ചെയ്യുകയും അതുവഴി അത് ഡിഫറൻഷിയേറ്റ് ചെയ്തുകൊണ്ട് അത് എന്ത് സെല്ലായിട്ട് മാറുകയും ചെയ്യുന്നു? നൈട്രജൻ ഫിക്സിംഗ് സെല്ലായിട്ട് മാറുകയും ചെയ്യുന്നു. നൈട്രജനെ ഫിക്സ് ചെയ്യാൻ കഴിവുള്ള സെല്ലായിട്ട് മാറുകയും ചെയ്യുന്നു. ഇങ്ങനെയാണ് ഒരു ലെഗ്യൂമിനസ് പ്ലാന്റുകളിൽ എന്ത് ഫോം ചെയ്യപ്പെടുന്നത്? നൊഡ്യൂൾസുകൾ ഫോം ചെയ്യപ്പെടുന്നത്. ഇസ് ഇറ്റ് ക്ലിയർ? The nodule contain nitrogenase enzyme and leguminous hemoglobin, or we can say that leg hemoglobin. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ആ ഒരു റൂട്ട് നൊഡ്യൂളിന്റെ സെൻട്രൽ പാർട്ട് റെഡ് അല്ലെങ്കിൽ പിങ്ക് കളർ കൊടുക്കുന്നത് ഏതൊരു കമ്പോണന്റ് ആണ്? ലെഗ് ഹീമോഗ്ലോബിൻ അല്ലെങ്കിൽ ലെഗ്യൂമിനസ് ഹീമോഗ്ലോബിൻ ആണ്. അതിൽ നൈട്രോജനേസ് എൻസൈമിന്റെ ഫംഗ്ഷൻസ് എന്തായിരുന്നു? നൈട്രോജനസ് എൻസൈം എന്ന് പറയുന്നത് ഒരു നൈട്രജൻ ഫിക്സിംഗ് എൻസൈം ആണ്. അതുപോലെ തന്നെ നൈട്രോജനെ അമോണിയയാക്കി കൺവേർട്ട് ചെയ്യുന്നതിൽ നൈട്രോജനേസ് എൻസൈമിന് ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു. അതുപോലെ തന്നെ അതൊരു മോളിബ്ഡിനം അയൺ പ്രോട്ടീൻ കൂടിയാണ്. ദിസ് എൻസൈം catalyze the conversion of atmospheric nitrogen to ammonia, the first stable product of nitrogen fixation. അല്ലേ? നൈട്രജൻ ഫിക്സേഷന്റെ ഭാഗമായിട്ട് അവിടെ നൈട്രജനെ കൺവേർട്ട് ചെയ്തുകൊണ്ട് അമോണിയ എന്നുള്ള ഒരു സ്റ്റേബിൾ പ്രൊഡക്റ്റ് അവിടെ ഫോം ചെയ്യിക്കുന്നതിന് സഹായിക്കുന്ന എൻസൈമാണ് ഇത്? നൈട്രോജനേസ് എൻസൈം. So this enzyme is highly sensitive to oxygen. ഇതൊക്കെ എന്തിന്റെ ഫംഗ്ഷൻ ആണ്? നൈട്രോജനസ് എൻസൈമിന്റെ ഫംഗ്ഷൻ ആണ്. അപ്പോൾ ഇവിടെ നൈട്രജനെ കൺവേർട്ട് ചെയ്ത് അമോണിയ സിന്തസൈസ് ചെയ്യുക എന്ന് പറഞ്ഞാല് ഒരു മോളിക്യൂൾ നൈട്രജനിൽ നിന്ന് 2 മോളിക്യൂൾ അമോണിയ ആണ് ഫോം ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഓരോ മോളിക്യൂൾ അമോണിയ ഫോം ചെയ്യണമെങ്കിലും അവിടെ 8 ATP എങ്കിലും അവിടെ എന്ത് ചെയ്യണം? ആവശ്യമായിട്ട് വരുന്നുണ്ട്. 1 molecule nitrogen is converted to 2 molecule ammonia. അപ്പോൾ ആ ഒരു പ്രോസസ്സിൽ നൈട്രോജനസ് എൻസൈം ഇൻവോൾവ് ആകുന്നുണ്ട്. അപ്പോൾ ആ ഒരു അമോണിയ സിന്തസിസിന് ആവശ്യമായിട്ടുള്ള എനർജി എന്ന് പറയുന്നത് 8 ATP ആണ്. ഓരോ മോളിക്യൂൾ അമോണിയ ഫോം ചെയ്യാനായിട്ടും 8 ATP മോളിക്യൂൾ ആവശ്യമായി വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ATP മോളിക്യൂൾ എത്രയായിരിക്കും? 16 ATP മോളിക്യൂളുകൾ ആവശ്യമായി വരുന്നുണ്ട്. ഒരു മോളിക്യൂൾ നൈട്രജൻ കൺവേർട്ട് ചെയ്തുകൊണ്ട് 2 മോളിക്യൂൾ അമോണിയ ആയിട്ട് മാറുന്നതിന്. ഓക്കെ, another one of the substance found in the nodule that is called leg hemoglobin. It acts as an oxygen scavenger. ഈ പറയുന്ന leg hemoglobin ഓക്സിജൻ സ്കാവഞ്ചർ ആയിട്ട് ആക്ട് ചെയ്യുന്നു. കാരണം നൈട്രോജനേസ് എൻസൈം എന്ന് പറയുന്നത് ഹൈലി സെൻസിറ്റീവ് ടു ഓക്സിജൻ ആണെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. അതുപോലെ തന്നെ ദിസ് ലെഗ് ഹീമോഗ്ലോബിൻ ഹാസ് ദ എബിലിറ്റി ടു ഫ്യൂസ് വിത്ത് ഓക്സിജൻ വിത്തിൻ ദ നൊഡ്യൂൾ. നൊഡ്യൂളിനകത്ത് ഓക്സിജനുമായിട്ട് ഫ്യൂസ് ചെയ്യാനുള്ള കഴിവ് എന്തിനുണ്ട്? ഈ പറയുന്ന ലെഗ് ഹീമോഗ്ലോബിൻ അല്ലെങ്കിൽ ലെഗ്യൂമിനസ് ഹീമോഗ്ലോബിൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ലെഗ്യൂമിനസ് ഹീമോഗ്ലോബിൻ ഓക്സിജനെ നൈട്രോജനസ് എൻസൈമിൽ നിന്ന് മാറ്റി നിർത്തുന്നു.
Because of this character, we can say that the leg hemoglobin act as an oxygen scavenger. സോ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് അങ്ങനെ അമോണിയ രൂപപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ അമോണിയ എന്ന് പറയുന്നത് പ്ലാന്റ്സിന് ടോക്സിക് ആണ് അല്ലേ. അപ്പൊ അങ്ങനെയുള്ള ടോക്സിക് ആയിട്ടുള്ള സബ്സ്റ്റൻസിനെ പ്ലാന്റ്സ് അബ്സോർബ് ചെയ്യത്തില്ല. പകരം അമോണിയം അയൺ ആയിട്ടാണ് പ്ലാന്റ്സ് എന്തിനെ അബ്സോർബ് ചെയ്യുന്നത്, ആ പറയുന്ന സബ്സ്റ്റൻസ് അല്ലെങ്കിൽ അമോണിയത്തെ അബ്സോർബ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, നൈട്രേറ്റ് പിന്നീട് റെഡ്യൂസ് ചെയ്തുകൊണ്ട് അമോണിയ ആവുകയും അതുപോലെ തന്നെ അമോണിയ പിന്നീട് അമിനോ ആസിഡ് ആവുകയും ചെയ്യുന്ന കാര്യം നമ്മുടെ ലീഫിന്റെ കേസിൽ പറഞ്ഞിരുന്നു. So we are going to discuss about the fate of ammonia. Fate of ammonia. ഇനി അമോണിയ എന്തായി മാറുകയാണ്, അമിനോ ആസിഡ് ആയിട്ട് മാറുകയാണ്. So at physiological pH the ammonia is protonated to form ammonium ion. അമോണിയ എന്ന് പറയുന്നത് ടോക്സിക് ആയതുകൊണ്ട് തന്നെ അത് പ്രോട്ടനേറ്റ് ചെയ്തുകൊണ്ട് അമോണിയം അയൺ ആയിട്ട് രൂപപ്പെടുന്നു. So this ammonium is used to synthesize amino acid. So amino acid synthesize ചെയ്യുന്നത് എവിടെ നിന്നാണ്, ഈ അമോണിയം ഉപയോഗിച്ചുകൊണ്ടാണ്. So there are two ways we can synthesize amino acid from ammonium. What are the ways? Reductive amination and transamination. ഏതൊക്കെയാണ്? Reductive amination and transamination. Reductive amination and transamination. First one, reductive amination. What is reductive amination? Here the ammonia react with alpha ketoglutarate acid to form glutamic acid. Glutamic acid is one of the amino acid. This amino acid is formed from the ammonia. That particular ammonia react with alpha ketoglutarate acid with the presence of an enzyme glutamate dehydrogenase. The enzyme name is called glutamate dehydrogenase. With the presence of this enzyme, the ammonia react with alpha ketoglutarate acid to form glutamic acid. This method is called reductive amination. Then another one of the method for synthesizing amino acid from ammonia, that is called transamination. What do you mean by transamination? Here the transfer of amino group from one amino acid to keto group of a keto acid in presence of transaminase enzyme. With the presence of transaminase enzyme, here one of the amino group is transfer from one amino acid to where keto group of another one keto acid. That is called transamination. For that process, which enzyme is helping? The enzyme transaminase is helping. So glutamic acid is the main amino acid from which the transfer of amine takes place, and the amino acids are formed through the transamination. Transamination process എന്താ സംഭവിക്കുന്നത്? ഒരു അമിനോ ആസിഡിലെ അമീൻ ഗ്രൂപ്പിനെ എങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു? വേറൊരു കീറ്റോ ആസിഡിലെ കീറ്റോ ഗ്രൂപ്പിലേക്ക് ട്രാൻസ്ഫർ ചെയ്തുകൊണ്ട് അവിടെ ഒരു പുതിയ അമിനോ ആസിഡ് സിന്തസൈസ് ചെയ്യുന്ന പ്രോസസ്സാണ് എന്ത്? ട്രാൻസാമിനേഷൻ എന്ന് പറയുന്നത്. ട്രാൻസാമിനേഷനിലും അവിടെ ഫോം ചെയ്യുന്നത് എന്ത് തന്നെയാണ്? ഒരു ഗ്ലൂട്ടാമിക് ആസിഡ് ആണ്. സോ നമ്മളപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അമിനോ ആസിഡ് സിന്തസിസ് ആണ്. നെക്സ്റ്റ് വൺ, അമൈഡ്സ്. വാട്ട് ഈസ് അമൈഡ്സ്? ദേ ആർ ദ ഡെറിവേറ്റീവ്സ് ഓഫ് അമിനോ ആസിഡ്. ഹിയർ ദ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ഈസ് റീപ്ലേസ്ഡ് ബൈ അമീൻ ഗ്രൂപ്പ്. അമൈഡ്സിൽ എങ്ങനെയാണ്? അതൊരു അമിനോ ആസിഡ് ഡെറിവേറ്റീവ്സ് ആണ്. അവിടെ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് റീപ്ലേസ് ചെയ്തുകൊണ്ട് അമീൻ ഗ്രൂപ്പ് വരികയാണ് ചെയ്യുന്നത്. വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് അമൈഡ്സ് ആർ ആസ്പരാജിൻ ആൻഡ് ഗ്ലൂട്ടാമിൻ. These two amides are found in plants. These are formed from two amino acid. One is aspartic acid and another one is glutamic acid. So here amides in the pratyekada which contain more nitrogen than amino acid. They are transported to other part of the plant via xylem vessels. അപ്പോൾ ഇത് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് ഏത് വഴിയാണ്? സൈലം വെസലുകൾ വഴിയാണ്. അതുകൂടാതെ തന്നെ റൂട്ട് നൊഡ്യൂൾസ് ഓഫ് സോയാബീൻ, സോയാബീൻ്റെ റൂട്ട് നൊഡ്യൂൾസുകൾ എടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ നൈട്രജൻ എക്സ്പോർട്ട് നടക്കുന്നത്, ഫിക്സഡ് നൈട്രജൻ എക്സ്പോർട്ട് ചെയ്യുന്നത് യുറൈഡ്സിന്റെ രൂപത്തിലാണ്. ദീസ് കോമ്പൗണ്ട് ഓൾസോ ഹാവ് പർട്ടിക്കുലർലി ഹൈ നൈട്രജൻ ടു കാർബൺ റേഷ്യോ. അപ്പോൾ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തത് മിനറൽ ന്യൂട്രീഷൻസിനെ കുറിച്ചായിരുന്നു. മിനറൽ ന്യൂട്രീഷൻസ് എന്താണെന്നും അതിൻ്റെ എസെൻഷ്യൽ എലമെൻസുകളുടെ ക്രൈറ്റീരിയകൾ എന്താണെന്നും നമ്മൾ ഡിസ്കസ് ചെയ്തു. അതോടൊപ്പം തന്നെ പല മിനറൽസ് അയൺസുകളെ കുറിച്ചും അത് എങ്ങനെയാണ് അബ്സോർബ് ചെയ്യുന്നതെന്നുള്ള മെത്തേഡുകൾ പഠിച്ചു. പിന്നീട് നൈട്രജൻ മെറ്റബോളിസവും അതുപോലെ തന്നെ അമിനോ ആസിഡ് സിന്തസിസ് ഒക്കെ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുകയുണ്ടായി. ഓക്കെ.